അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലയിലെ കായൽ ടൂറിസം ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനം പിടിച്ച കൗവായി കായൽ വിനോദസഞ്ചാര കേന്ദ്രത്തോട് അധികൃതരുടെ അവഗണന. നിരവധി സഞ്ചാരികളെത്തുന്ന പ്രദേശത്ത് പ്രാഥമിക സൌകര്യങ്ങൾ ഒരുക്കാത്തതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വാനരശല്യത്തിൽ പൊറുതിമുട്ടി രാമന്തളി നിവാസികൾ. ഏഴിമലയിലും പരിസരങ്ങളിലുമുള്ള വ്യാപകമായ കുരങ്ങുശല്യം കർഷകർക്ക് ദുരിതമായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ കേരളത്തിനെ ലോകത്ത് തന്നെ ഒന്നാമതെത്തിച്ചിരിക്കുകയാണെന്ന് എം വിജിൻ MLA. NGO യൂണിയന്റെ നേതൃത്വത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌഹാർദ്ദ ബന്ധത്തിന്റെ ഓർമ്മകൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പുത്തരി നിവേദ്യത്തിൽ ചേർക്കാനുള്ള പഞ്ചസാരയുമായി പതിവ് തെറ്റിക്കാതെ കേളോത്ത് മുസ്ലിം കുടുംബാംഗങ്ങൾ പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിലെത്തി. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ ബലിക്കല്ലിന് അടുത്തുവരെ വന്ന് പഞ്ചസാരക്കലം സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിലെ കായൽ ടൂറിസം ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനം പിടിച്ചുകഴിഞ്ഞ കൗവായി കായൽ വിനോദസഞ്ചാര കേന്ദ്രത്തോട് അധികൃതരുടെ അവഗണന. നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്ത് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാത്തതും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ചെറുദ്വീപുകളും കണ്ടൽക്കാടുകളും കൗവായി ബീച്ചും കാണാൻ നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കൗവായി കായൽ ടൂറിസം സാധ്യത പരിഗണിച്ച് അടുത്തിടെയാണ് ഇവിടേക്കുള്ള റോഡ് നവീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞത്. മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ഹൗസ് ബോട്ട് ടെർമിനൽ ജനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു. ഇതോടനുബന്ധിച്ച് 2 വലിയ ബോട്ടുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന 2 ബോട്ട് ജെട്ടികളും ഒപ്പം കായലിൽ സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്കിംഗ് സൗകര്യവും ഒരുക്കിയിരുന്നു. എന്നാൽ ദിനേന സഞ്ചാരികളുടെ എണ്ണം കൂടുമ്പോഴും പ്രാഥമിക ആവശ്യങ്ങൾക്കായുള്ള ശൗചാലയങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ നിർമ്മിക്കാതെ പദ്ധതിയെ അവഗണിക്കുകയാണ് അധികൃതർ. ഒരു ബോട്ട് റേസ് നടത്തി ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വന്ന സമയത്ത് നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫെസിലിറ്റി എന്തായാലും നമ്മുടെ കിട്ടില്ലെങ്കിലും തന്നെയും നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ലേഡീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എൻ്റെ ഒരു ആവശ്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾ സംവിധാനങ്ങൾ നമ്മൾ കുറേ അന്വേഷിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇവിടുന്ന് ഒഴിവാകുക ചെയ്യുന്നത്. വേഗം നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് എത്തണം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ളൊരു അവസ്ഥയിലുള്ളത്. ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ തൊട്ടടുത്തുള്ള ആരാധനാലയത്തിലെ ശൗചാലയങ്ങളെയും വീടുകളെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. വളരെ നല്ല സ്ഥലമാണ്. പക്ഷെ എന്താ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതിപ്പോൾ ഇതുപോലെയുള്ള ടൂറിസം വികസനം വരുന്ന സ്ഥലങ്ങളിൽ അതെന്ന് പറഞ്ഞാൽ വലിയൊരു പോരായ്മയാണ്. കാരണം ഞാൻ വിദേശത്ത് ഉണ്ടായതായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയുക, ടൂറിസം അതുപോലെ എന്താ പറയുക ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് അതിനവിടെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ പോലെ ഒരുപാട് വികസനം വരേണ്ട ഒരു പ്രദേശമാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോരായ്മയാണ്. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ മതിയായ പാർക്കിംഗ് സൗകര്യവും ഇവിടെയില്ല. കൗവായി കായൽ ടൂറിസം പദ്ധതിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യത്തിന് ഭക്ഷണശാലകളും വിശ്രമ സൗകര്യവും ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം അപ്പുറം കായൽ കാണാനെത്തുന്നവരുടെ സുരക്ഷയ്ക്കായി വേണ്ട സംവിധാനങ്ങളും ലൈഫ് ഗാർഡുമാരുടെ സേവനവും അത്യാവശ്യമാണെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വാനരശല്യത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് രാമന്തളി നിവാസികൾ. ഏഴിമലയിലും പരിസരങ്ങളിലുമുള്ള വ്യാപകമായ കുരങ്ങുശല്യം കർഷകർക്ക് ദുരിതമായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിൽക്കുകയാണ് അധികൃതർ. വാനരശല്യത്താൽ വലഞ്ഞിരിക്കുകയാണ് പയ്യന്നൂർ രാമന്തളിക്കാർ. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം വീടുകൾക്കകത്ത് കയറി ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്ന വാനര സംഘങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് രാമന്തളി പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾ. കുരങ്ങ് ശല്യം കാരണം പലരും കൃഷിയും ഉപേക്ഷിച്ചു. വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും കുരങ്ങന്മാർ നശിപ്പിച്ചു കളയുകയാണ്. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങന്മാർ ചെറിയ കുട്ടികൾക്കും ഭീഷണിയാണ്. ഏഴിമല നാവിക അക്കാദമിയുടെ നിർമ്മാണത്തോടെയാണ് കുരങ്ങുകൾ കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുറച്ച് കാലം മുൻപ് വരെ ഇവിടെ ഒരു ശല്യം ഉണ്ടായില്ല. നാവൽ അക്കാദമിൻ്റെ ആഗമനത്തോടുകൂടി ഇവിടെ വളരെ ശല്യം വന്നിട്ടുണ്ട്. പല ജീവികളെ കൊണ്ടും പല ശല്യമുണ്ട്. അതിലുപരി ഈ കുരങ്ങ് ശല്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കൊല്ലം മുമ്പ് വരെ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ പെറ്റ് പെരുകി ഒരു ബാച്ച്, അതായത് ബാച്ചായിട്ടാണ് വരിക. ഓരോ ബാച്ചിൽ 10-60 എണ്ണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊറുതി മുട്ടിയിട്ടല്ലേ. നാട്ടുകാർ പണം ശേഖരിച്ച് കൂടുവെച്ച് കുരങ്ങന്മാരെ പിടികൂടി നെടുമ്പോയിൽ വനത്തിൽ വിട്ടിരുന്നു. 200-ലധികം കുരങ്ങുകളെയാണ് ഇങ്ങനെ പിടികൂടി വിട്ടത്. ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ ഇതും തുടർച്ചയായി ചെയ്യാനാകുന്നുമില്ല. എന്നാൽ ഇത് വനം വകുപ്പ് ചെയ്താൽ വിജയിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾക്ക് ഈ കുരങ്ങ് ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദ്രോഹമാണ്. ഒരു സാധനം ഈ പീടിയിൽ വെച്ചാൽ കിട്ടുന്നില്ല. പഴം, ബ്രെഡ്, തക്കാളി, അതുപോലെ വെള്ളരിക്ക, എല്ലാ സാധനങ്ങളും അവർ എടുത്തിട്ട് കൊണ്ടുപോകും. പീടിയിൽ നിന്ന് പുറത്ത് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരു ഭക്ഷണം കഴിക്കാനോ അല്ല മറ്റുള്ള ഒരു സൗകര്യത്തിന് നമുക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. എല്ലാം ഈ കുരങ്ങ് അന്നേരം ഞാൻ ഇപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ അവരപ്പുറത്തേക്ക് കൂടെ ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറും, എല്ലാം എടുത്തിട്ട് പോകും. അങ്ങനെ എല്ലാം കൊണ്ടും അവരുടെ പീടിയിലെല്ലാ നാശനഷ്ടങ്ങളും ഭയങ്കരമാണ്. കുരങ്ങ് ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് രാമന്തളിയിലെ കർഷക കൂട്ടായ്മ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും നൽകിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ കേരളത്തിനെ ലോകത്ത് തന്നെ ഒന്നാമതെത്തിച്ചിരിക്കുകയാണെന്ന് എം വിജിൻ MLA. NGO യൂണിയന്റെ നേതൃത്വത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലും സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണം ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നടക്കുന്ന സമരത്തിലൂടെ ഉയർത്തുന്ന ജീവനക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നടപടികൾ ഉണ്ടാക്കുമെന്നും MLA പറഞ്ഞു. ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി പരിഹരിച്ച് മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും എം വിജിൻ MLA പറഞ്ഞു. വളരെ പ്രധാനമായും കാണേണ്ട ഒന്നാണ് ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ ഘട്ടം ഘട്ടമായി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കാലതാമസം എന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത്. സ്റ്റാൻഡ് അലോൺ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നത് വലിയൊരു പരിമിതിയായി കടന്നു വരുന്നു എന്നിടത്ത് ഈ ആശങ്കകളെല്ലാം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് NGO യൂണിയൻ ഈ രാപ്പകൽ ധർണയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ നടപടികൾ ഉടൻ പൂർത്തീകരിക്കുക, ജീവനക്കാർക്ക് സമയബന്ധിതമായി ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രവർത്തകർ സമരം ചെയ്യുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK ഉദയൻ, MM സുഷമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രഞ്ജിത്ത്, PR സ്മിത, ജില്ലാ സെക്രട്ടറി N സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാപ്പകൽ സമരം ചൊവ്വാഴ്ച വൈകിട്ട് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുത്തരി നിവേദ്യത്തിൽ ചേർക്കാനുള്ള പഞ്ചസാരയുമായി പതിവ് തെറ്റിക്കാതെ കേളോത്ത് മുസ്ലിം കുടുംബാംഗങ്ങൾ പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിലെത്തി. അന്യമതസ്ഥർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്നതാണ് പണ്ട് മുതലേയുള്ള ആചാരമെങ്കിലും പെരുമാളുടെ പുത്തരി ദിവസം പഞ്ചസാര കലവുമായി ഈ കുടുംബാംഗങ്ങൾ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ ബലിക്കലിന് അടുത്തുവരെ വന്ന് പഞ്ചസാരക്കലം സമർപ്പിക്കുകയാണ് പതിവ്. ദശാബ്ദങ്ങൾക്ക് മുൻപ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഗ്നിബാധയാൽ നശിച്ചപ്പോൾ പുനർനിർമ്മാണത്തിനായി എല്ലാവിധ സഹായങ്ങളും നൽകിയ കേളോത്ത് തറവാട്ടുകാരനവരുടെ പിന്മുറക്കാരാണ് അന്നത്തെ സൗഹാർദ്ദ ബന്ധത്തിന്റെ ഓർമ്മകൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പതിവ് തെറ്റിക്കാതെ പുത്തരിക്കായുള്ള പഞ്ചസാരക്കലവുമായി എത്തിച്ചേരുന്നത്. പയ്യന്നൂർ കേളോത്ത് കാപ്പാട്ടുകഴകത്തിൽ 4 നൂറ്റാണ്ടിനു ശേഷം ഈ വർഷം നടന്ന പെരിങ്കളിയാട്ടത്തിനും പഞ്ചസാര സമർപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിന്റെ സന്തോഷം കേളോത്ത് തറവാട്ടംഗങ്ങളായ ഷുക്കൂർ, സലീം, റഷീദ്, കബീർ,
ഷാഹി, അബൂട്ടി, അഫ്സൽ എന്നിവർ പങ്കുവച്ചു. ഇത് നമ്മൾ എത്രയോ വർഷമായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. അപ്പം കുറേ കാലം ഓരോ കാരണവർ ഇങ്ങനെ അവരെ അണ്ടറിലായിരുന്നു നമ്മൾ വന്നുകൊണ്ടുണ്ടായത്. ഇപ്പം മൂപ്പറാണ് ഇതിൻ്റെ കാരണവർ ഷുക്കൂർ. അപ്പം അത് എല്ലാ വർഷവും പുത്തരി സാധാരണ കുറച്ച് കൊല്ലമായിട്ട് ഓണത്തിനാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം അതിൽ നിന്ന് കുറേ നാൾ കുറിക്കലിൻ്റെ ഇതുകൊണ്ട് മാറി. അതുകൂടാതെ ഇപ്രാവശ്യം നമ്മളെ തറവാട്ടിൽ നിന്ന് കേളോത്ത് കാപ്പാട്ട് കഴുകും പെരിങ്കളിയാട്ടത്തിനും നമ്മളെ കുടുംബത്തിൽ നിന്നാണ് പഞ്ചസാര സമർപ്പിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് ഡബിൾ എന്താ പറയേണ്ടത് 2 പഞ്ചസാരക്ക് സമർപ്പണം നടന്നു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഉപഹാരങ്ങളും സ്വീകരിച്ചാണ് ഈ കുടുംബം മടങ്ങുന്നത്. കൂവം അളക്കൽ ദിനത്തിൽ അളന്നു നൽകുന്ന പുതിയ നെല്ല് കുത്തി അരിയാക്കി പുത്തരി ദിവസം ക്ഷേത്രത്തിലെത്തിക്കുന്നത് പരിസരത്തെ 10 വീട്ടിൽ പൊതുവാൾ തറവാട്ടംഗങ്ങളായ സ്ത്രീകളുടെ ചുമതലയാണ്. ഒരു കൂട്ട പുഴുങ്ങിക്കുത്തിയ അരിയും ബാക്കി ഉണക്കലരിയുമാണ് ഇവർ ഊഴം മാറി മാറി അമ്പലത്തിൽ എത്തിക്കുന്നത്. മുഹൂർത്ത സമയത്ത് പടിഞ്ഞാറേ നടവഴി ശ്രീകോവിലിൽ എത്തിക്കുന്ന അരി കൊണ്ടാണ് പുത്തരി ദിവസത്തെ പൂജകൾക്കുള്ള നിവേദ്യം ഒരുക്കുന്നത്. ഈ സമയം അമ്പലത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വീടുകളിൽ കൊണ്ടുപോയി പുത്തരി പ്രസാദമുണ്ടാക്കുന്നതിനായി പുതിയ കുത്തരിയും പഴം, ശർക്കര, തേൻ തുടങ്ങിയവയും നൽകാറുണ്ട്. തുടർന്ന് പെരുമാൾക്ക് പുത്തരി നിവേദ്യം സമർപ്പിക്കുന്നു. പൂജകൾക്കു ശേഷം വടക്കേ നടയിൽ നിന്നും വിതരണം ചെയ്യുന്ന പുത്തരിച്ചോറും പുത്തരി നിവേദ്യവും സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് പെരുമാളുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി പഴയങ്ങാടി പട്ടണം. പഴയങ്ങാടി പാലം മുതൽ എരിപുരം വരെ നീളുന്നു വാഹനങ്ങളുടെ നീണ്ട നിര. റോഡരികിലെ അനധികൃത കച്ചവടങ്ങളും അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതായി നാട്ടുകാരുടെ ആക്ഷേപം. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാപ്പിനിശ്ശേരി KSTP റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നു. എരിപുരം, പഴയങ്ങാടി ടൗൺ, പഴയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലെല്ലാം റോഡരികിൽ അലക്ഷ്യമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. അനധികൃത വിൽപ്പനശാലകളും വർദ്ധിച്ചു. സ്വകാര്യ കാറുകളും മറ്റും രാവിലെ മുതൽ വൈകുന്നേരം വരെ KSTP റോഡിൽ പാർക്ക് ചെയ്യുന്നതും കാണാം. ഇത്തരക്കാർക്കെതിരെ യാതൊരു നടപടിയും പോലീസിന്റെയോ മറ്റ് അധികൃതരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട ടാങ്കർ ലോറികളും ചരക്ക് വാഹനങ്ങളും പഴയങ്ങാടി വഴി കടന്നുപോകുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ഒരുപാട് വലിയ വാഹനങ്ങൾ ഇതുവഴി പോകാൻ പാടില്ലാത്ത വാഹനങ്ങൾ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കുറേ കാലങ്ങൾ അനുഭവപ്പെടുന്നത്. പോലീസ് അതിനൊന്നും യാതൊരു നിയന്ത്രണവും വരുത്തുന്നില്ല. കൂടാതെ പഴയങ്ങാട് ടൗണിൽ 1-2 പോലീസുകാരെ സ്ഥിരം വെക്കുകയാണെങ്കിൽ ഗതാഗതക്കുരുക്ക് ഒരുവിധമൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ പഴയങ്ങാട് അന്തർപിടിച്ചുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ആവശ്യമായ ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കൊറ്റി വെറ്റിനറി സബ് സെന്റർ കേളോത്ത് അംഗൻവാടിക്ക് സമീപമുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തന ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ക്ഷീരകർഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പയ്യന്നൂർ നഗരസഭയുടെ പരിധിയിൽ ക്ഷീരകർഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും ഇവിടെ നമ്മുടെ സന്തോഷ് ഡോക്ടർ പല മീറ്റിങ്ങുകളും പങ്കെടുത്തുകൊണ്ട് പറയുന്ന കാര്യമാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ജയ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് V. മുഖ്യാതിഥിയായിരുന്നു. പയ്യന്നൂർ വെറ്റിനറി പോളിക്ലിനിക്കിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാർ KV, TP സമീറ, P. ഷിജി, ശാരിക ടീച്ചർ KK കുമാർ, ഹസീന കാട്ടൂർ, ഡോക്ടർ M. വിനോദ് കുമാർ, കൊറ്റിയിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ രമേശൻ PV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കരനെൽ കൃഷിയിൽ നൂറുമേനി കൊയ്ത് ജനശ്രീ സുസ്ഥിര വികസന മിഷൻ. പിലിക്കോട് വയൽ പ്രിയദർശിനി ജനശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത കരനെൽ കൃഷി വിളവെടുത്തത്. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള മനുരത്ന നെൽവിത്താണ് 2 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത്. ജനശ്രീ പ്രവർത്തകരായ 35 പേരാണ് വയലിലിറങ്ങി കൃഷിപ്പണിക്ക് നേതൃത്വം നൽകിയത്. 1/2 ഏക്കർ സ്ഥലത്തിറക്കിയ കൃഷി അത്യുൽപാദന ശേഷിയുള്ള വിത്തായതിനാൽ ചുരുങ്ങിയ വേളയിൽ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായി. കൊയ്തെടുത്ത നെൽക്കറ്റകൾ ജനശ്രീ അംഗങ്ങൾ തല്ലി നെൽമണികൾ വേർപെടുത്തി ശേഖരിച്ചു. അടുത്ത വർഷം കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിത്ത് ശേഖരിച്ചു വെച്ച് ബാക്കി വരുന്ന നെല്ല് അരിയാക്കി ജനശ്രീ അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കും. പിലിക്കോട് വയൽ പ്രിയദർശിനി മന്ദിര പരിസരത്ത് നടന്ന ചടങ്ങിൽ UDF തൃക്കരിപ്പൂർ മണ്ഡലം കൺവീനർ P. കുഞ്ഞിക്കണ്ണൻ കൊയ്ത്തുദ്ഘാടനം നിർവഹിച്ചു. വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം വയലുകൾ നികത്തി വീടുണ്ടാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനസംഖ്യ വർധന വന്നുകൊണ്ടിരിക്കെ കൃഷിയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കണ്ടുവരുന്നത്. നമുക്ക് കിട്ടേണ്ട ഭക്ഷണങ്ങൾക്കൊക്കെ തന്നെ സാധനങ്ങൾ AV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം K. ഭജിത്ത് മുഖ്യാതിഥിയായിരുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം M. രജീഷ് ബാബു, പിലിക്കോട് പഞ്ചായത്ത് അംഗം N. സുലോചന, AV കുഞ്ഞിക്കണ്ണൻ, KV ദാമോദരൻ, കൊളങ്ങര രാഘവൻ, T. രാജൻ, AV ബാബു, K. പ്രീത, V. ഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാർപ്പന്ററി വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ സമ്മേളനം കുണ്ടയംകോവൽ കുഞ്ഞാപ്പു മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ വച്ച് നടന്നു. പയ്യന്നൂർ MLA T. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ സമ്മേളനം കുണ്ടയംകോവൽ കുഞ്ഞാപ്പു മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ MLA T. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തരത്തിൽ അസംഘടിതമായിട്ട് നിൽക്കുന്ന ഈ രംഗത്തെ തൊഴിലാളികളെ ഏകോപിതമായി ഒരു സംഘടനയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ യൂണിയൻ ഏർപ്പെട്ടു വരുന്നത് മറ്റു പല യൂണിയനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അംഗസംഖ്യയും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലും വലിയ നിലയിൽ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ഒരു തൊഴിലാളി കൂട്ടായ്മയല്ല ഇത് എന്ന് ഈ തൊഴിൽ മേഖലയുടെ പ്രത്യേകത വെച്ചുകൊണ്ട് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP രഘു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക MLA ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. സെക്രട്ടറിയായി KP തമ്പാനെയും പ്രസിഡന്റായി RP കുഞ്ഞപ്പനെയും തിരഞ്ഞെടുത്തു. VV രാജേഷ്, VP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ഫോറം HMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കെട്ടിട നിർമ്മാണ മസ്ദൂർ സഭ HMS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. അമ്പാടി ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് മുൻപ് പെൻഷനും കുടിശ്ശികയും വിതരണം ചെയ്യുക, 5000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻ ഫോറം മാർച്ചും ധർണയും നടത്തിയത്. കെട്ടിട നിർമ്മാണ മസ്ദൂർ സഭ HMS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. അമ്പാടി മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയൊന്നും കൊടുക്കാതെ സാധനത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഗവൺമെന്റിന് എതിരായി തന്നെയാണ് ഈ സമരം നടത്തുന്നത്. ഇത് ഞങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം തൊഴിലാളികളും എല്ലാ പാർട്ടിയുടെ സംഘടനകളും. ജില്ലാ പ്രസിഡന്റ് VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ ഫോറം ജില്ലാ സെക്രട്ടറി PV തമ്പാൻ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, HMS ജില്ലാ പ്രസിഡന്റ് VV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. KMK സ്മാരക കലാസമിതി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് MK ദാമു, കൃഷ്ണൻ മേനോക്ക്, PV യശോദ, V നാരായണൻ, KV കുഞ്ഞികൃഷ്ണൻ, UK രാജൻ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാർഷിക കേരളം ജനകീയ ഇടപെടൽ സംയോജിത കൃഷി ഓണവിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം മാടായി ഏരിയയിലെ പറവൂർ അഴീക്കോടൻ നഗറിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക കേരളം ജനകീയ ഇടപെടൽ സംയോജിത കൃഷി ഓണവിപണി ജില്ലാതല ഉദ്ഘാടനം മാടായി ഏരിയയിലെ പറവൂർ അഴീക്കോടൻ നഗറിൽ M. വിജിൻ MLA നിർവഹിച്ചു. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് മുന്നേ ഉണ്ടായിരുന്നില്ല. തമിഴ്നാടിനെയോ കർണാടകത്തെയോ ആന്ധ്രയോ ആശ്രയിക്കുന്നത് തന്നെയായി. ഇന്നും വലിയ രീതിയിൽ മാർക്കറ്റിലേക്ക് വരുന്ന പച്ചക്കറികളെല്ലാം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ വരുന്നതാണ്.
അതിന്റെ എത്രമാത്രം അപകടം നിറഞ്ഞതാണെന്നതിനെ സംബന്ധിച്ചെല്ലാം നാം ബോധവാന്മാരാണ്. എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ഗോവിന്ദൻ, പി പി ദാമോദരൻ, കെ മനോഹരൻ, പി പി പ്രകാശൻ, എൻ കാർത്യായനി, കെ സജിത്ത്, എം ലക്ഷ്മണൻ, പി ദാമോദരൻ, കെ വി ഷിജിത്ത്, രാമകൃഷ്ണൻ മാവില, എം വി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. 2023-24 വർഷത്തിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിൽമ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പുരസ്കാരം നേടിയ പറവൂർ ക്ഷീരസംഘത്തിന് ചടങ്ങിൽ അനുമോദിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉപഹാരം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും യൂത്ത് സെന്റർ സെക്രട്ടറി കൂടിയായ രാജു മാസ്റ്റർക്ക് യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ജന്മനാട് പൗരസ്വീകരണം നൽകി. ടി മധുസൂദനൻ MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പയ്യന്നൂർ യൂത്ത് സെന്റർ സെക്രട്ടറിയുമായ രാജു മാസ്റ്റർക്ക് യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ജന്മനാട് പൗരസ്വീകരണം നൽകി. ടി മധുസൂദനൻ MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു, എസി കൂടിയിട്ട് ഒരു ചായയും കുടിച്ചു ടോപ്പ് സ്റ്റാറിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. പോകുന്നതിന്റെ മുമ്പ് അപ്പോൾ ഒരു നല്ലൊരു ബുള്ളറ്റ് ചെറുപ്പക്കാരൻ പള്ളി നടത്തി. ഇയാൾ പറഞ്ഞ് മാറുന്നു. ഈ ആളുകളെ വിലയിരുത്തുന്നത് ഒരു രീതിയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഇയാൾ മനസ്സിലായെന്നില്ല. ചടങ്ങിൽ ശ്രീനിവാസൻ ഇ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ BRD രാജേഷ് കുമാർ R ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ KC കൃഷ്ണൻ, കൌൺസിലർ MP ചിത്ര, B നന്ദകുമാർ, യൂത്ത് സെന്റർ പ്രസിഡന്റ് രാമകൃഷ്ണൻ KV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശാസ്ത്രപ്രതിഭ ഡോക്ടർ PV മോഹനന് കണ്ണപുരം പൗരാവലിയുടെ സ്മരണാഞ്ജലി. നാടിന്റെ ശാസ്ത്രപ്രതിഭയുടെ ഓർമ്മകൾ പങ്കിടാൻ നാടൊന്നാകെ കണ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു. ഡോക്ടർ HV ഈശ്വർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണപുരം സ്വദേശിയായ ഡോക്ടർ VP മോഹനൻ ശ്രീചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജിയാൻ ടെക്നോളജി വിഭാഗം സയന്റിസ്റ്റും മേധാവിയുമായിരുന്നു. നാടിന്റെ ഈ ശാസ്ത്രപ്രതിഭയുടെ ഓർമ്മകൾ പങ്കിടാൻ നാടൊന്നാകെ കണ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു. ഡോക്ടർ HV ഈശ്വർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ശാസ്ത്രരംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ സ്മരണകൾ പങ്കിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് K രതി അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLA, MV നികേഷ് കുമാർ, KCCPL ചെയർമാൻ TV രാജേഷ്, പ്രൊഫസർ GM നായർ, ഡോക്ടർ HV ഈശ്വർ, ഡോക്ടർ ജാസ്മിൻ M ഷാ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഗണേശൻ, KV ശ്രീധരൻ, KV രാമകൃഷ്ണൻ, TK ദിവാകരൻ, VK വിജയൻ, N ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കണ്ടോത്ത് സൗത്ത് അംഗൻവാടിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ടി മധുസൂദനൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കുട്ടികളിപ്പോൾ LKG-യിലാണ് UKG-യിലാണ് എന്ന് പറയാൻ പാകത്തിലുള്ള മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂചിപ്പിച്ചു, 68 ഇടങ്ങളിൽ പയ്യന്നൂർ നഗരസഭയിൽ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സ്ഥലത്താണ് ഇനി സ്വന്തമായിട്ടുള്ളൊരു കെട്ടിടം എന്നുള്ള ആഗ്രഹം സഫലമാവാതെ നിൽക്കുന്നത്. കണ്ടോത്ത് സൗത്ത് അംഗൻവാടി ഇവിടെ സൂചിപ്പിച്ചു, റോഡുണ്ടായിരുന്നില്ല, റോഡായി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ജയ, VV സജിത, ടി വിശ്വനാഥൻ, TP സമീറ ടീച്ചർ തുടങ്ങിയവരും നഗരസഭാ കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരനായ രവീന്ദ്രനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
നിരാലംബരായവരെ പുനരധിവസിപ്പിക്കുന്ന ഏഴിമല സ്നേഹക്കൂടിന്റെ 2ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. മൗത്ത് പെയിന്റർ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, സുനിത തൃപ്പാണിക്കര, ഗായകൻ ആദർശ് കണിയാപ്പറമ്പിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. നിരാലംബർക്ക് ആശ്രയമായ ഏഴിമല സ്നേഹക്കൂടിന്റെ 2ാം വാർഷികാഘോഷം ജീവകാരുണ്യ, പരിസ്ഥിതി സംരക്ഷണ, കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. മൗത്ത് പെയിന്റർമാരായ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, സഹോദരി സുനിത തൃപ്പാണിക്കര, ഗായകനും തബലിസ്റ്റുമായ ആദർശ് കണ്ണിയാട്ടുപറമ്പിൽ എന്നിവർ ഗസൽ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM ഏഴിമല ബ്രാഞ്ച് സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി മാമ്പഴമുതിരും തിരുമുറ്റം ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഡോക്ടർ ചാൾസൺ ഏഴിമല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രാജു മാസ്റ്റർ, വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് ജേതാവ് ഡോക്ടർ ചാൾസൺ ഏഴിമല, രാഷ്ട്രപതിയുടെ മെഡൽ ജേതാവ് സുനിത തൃപ്പാണിക്കര, ആദർശ് കണ്ണിയാട്ടുപറമ്പിൽ, ഉസ്താദ് അബ്ദുൾ റഷീദ് സഖാഫി, ചന്ദ്രൻ കുറ്റിക്കോൾ, ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, ഡോക്ടർ സുചിത്ര സുധീഷ്, സനൂപ്, പ്രദീപ് രാമന്തളി, പയ്യന്നൂർ ഗ്രാമീണ കലാവേദി പുറച്ചേരി തുടങ്ങിയവർക്കാണ് അനുമോദനം നൽകിയത്. ജാക്സൺ ഏഴിമല, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിനി ധനരാജ്, രാമന്തളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത, കെ വിജീഷ്, സുനിൽ കുന്നരു, വി പ്രമോദ്, ജിനിയ ജാക്സൺ, സി ഷൈബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പുറച്ചേരി ഗ്രാമീണ കലാവേദിയുടെ കാൽച്ചിലമ്പ് സംഗീത വിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഓണം സഹകരണ വിപണി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ തരം അരി, പയർവർഗ്ഗങ്ങൾ, പഞ്ചസാര, വെളിച്ചെണ്ണ, മസാലപ്പൊടി, വെല്ലം, ചായപ്പൊടി, പലഹാരപ്പൊടി, പായസക്കൂട്ടുകൾ, തേങ്ങാപ്പാൽ ഉൾപ്പെടെ 38 ഇനങ്ങളാണ് 13 സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ചുരുങ്ങിയ നിരക്കിൽ വിപണനം തുടങ്ങിയത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ഓണം വിപണി ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വലിയ വിലക്കയറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് കേരള ഗവൺമെന്റ് 30 ഇനം സാധനങ്ങൾ, 13 ഇനവും 10 ഇനത്തിലും ചെറിയ വിലക്ക് 17 ഇനങ്ങൾ ചെറിയ വിലക്കുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് LK യൂസഫ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ K ശശി, ഭരണസമിതി അംഗങ്ങളായ C രവി, UK രാജൻ, VP അബ്ദുൽ അസീസ്, TV ആനന്ദകൃഷ്ണൻ, T അജിത, N ഹാജിറാബി, VK ബീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശൈലി ആപ്പിന് ഉപകരണവും ഒരാൾക്ക് 20 രൂപ ഇൻസെന്റീവും 6 മാസ സമയവും അനുവദിക്കുക. ഉത്സവ ബത്ത 5000 രൂപ അനുവദിക്കുക. ഓണറേറിയം 15000 രൂപയാക്കുക. പെൻഷൻ പ്രായം 65 വയസ്സും പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും പിന്നീട് പെൻഷൻ 5000 രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശരിയായ രീതിയിലെ വേതനം കൊടുക്കണം. മാത്രമല്ല, ഏത് തൊഴിലിനും ഇപ്പൊ ക്ഷേമനിധി, പെൻഷനും ആനുകൂല്യവും ഉണ്ട്. ആശാ വർക്കർമാർക്ക് ഈ യാതൊരു ആനുകൂല്യം നൽകാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആശാ വർക്കർമാർക്ക് ക്ഷേമനിധി വേണം, അതുപോലെ തന്നെ പെൻഷൻ വേണം. ഈ സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അത്തരത്തിലെ പ്രവർത്തനം ഗവൺമെന്റ് ചെയ്യണം എന്നതിന് പ്രസിഡന്റ് K പുഷ്പ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി E രമണി, ഏരിയ സെക്രട്ടറി K പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പും രാമന്തളി ഗ്രാമപഞ്ചായത്ത്, കുന്നരു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും വായനശാലയുടെയും നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സംഘടിപ്പിച്ച ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ രക്തപരിശോധന, ബോധവൽക്കരണ ക്ലാസ്, യോഗ പരിശീലനം എന്നിവ നടന്നു. ഡോക്ടർ രാജശ്രീ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമുക്ക് കുറെ ആശ്വാസം കിട്ടും. അത്തരത്തിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം, ധ്യാനം, അങ്ങനെയുള്ള മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം.
അതിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏതൊരാൾക്കും നമ്മുടെ കണ്ണിനെ അങ്ങനെയുള്ള നമ്മുടെ എല്ലാ തരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്കൊരു ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റുന്നത്. രാമന്തളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീമ ടി.കെ. ക്യാമ്പിന് നേതൃത്വം നൽകി. വായനശാല ജോയിന്റ് സെക്രട്ടറി രവി വി. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുനിത, ഫാർമസിസ്റ്റ് ലിജി VP, ആശാവർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെ 1981-82 SSLC ബാച്ച് സംഗമം നടന്നു. പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ 1981-82 SSLC ബാച്ച് സംഗമം ഒപ്പരം പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ 2 മെഡലുകൾ നേടിയ ഗിരീശൻ മാസ്റ്ററെയും മികച്ച കർഷക അവാർഡ് ലഭിച്ച O. നാരായണനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. K. ശിവകുമാർ, തേജ്രാജു മല്ലർ, ചിത്രരഞ്ജൻ, സ്വർണലത, AU ബാലകൃഷ്ണൻ, സദൻ കൗവായി, ബാലാമണി, CV രമേശൻ, അജന്തൻ കൊറ്റി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി രാമന്തളി സർവീസ് സഹകരണ ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി രാമന്തളി സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോവിന്ദൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് K. കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി T. K. വേണുഗോപാലൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A. വത്സല, കൃഷി ഓഫീസർ നമിത രഘുനാഥ്, കാട്ടൂർ ശശി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി സർവീസ് ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ കൃഷി ഇവിടെ നമ്മൾ ആരംഭിച്ചതും ഇന്ന് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ദശദിന ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പ് നടത്തുന്നു. 13/9/2024 വെള്ളിയാഴ്ച മുതൽ 22/9/2024 ഞായറാഴ്ച വരെയാണ് പരിശീലനം. 13-നും 18-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 95 62 06 91 30 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ 11 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ആലക്കാട് വള്ളത്തോൾ സ്മാരക വായനശാലയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ ജില്ലയിലെ കായൽ ടൂറിസം ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനം പിടിച്ച കൗവായി കായൽ വിനോദസഞ്ചാര കേന്ദ്രത്തോട് അധികൃതരുടെ അവഗണന. നിരവധി സഞ്ചാരികളെത്തുന്ന പ്രദേശത്ത് പ്രാഥമിക സൌകര്യങ്ങൾ ഒരുക്കാത്തതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വാനരശല്യത്തിൽ പൊറുതിമുട്ടി രാമന്തളി നിവാസികൾ. ഏഴിമലയിലും പരിസരങ്ങളിലുമുള്ള വ്യാപകമായ കുരങ്ങുശല്യം കർഷകർക്ക് ദുരിതമായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ കേരളത്തിനെ ലോകത്ത് തന്നെ ഒന്നാമതെത്തിച്ചിരിക്കുകയാണെന്ന് M. വിജിൻ MLA. NGO യൂണിയന്റെ നേതൃത്വത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹാർദ്ദ ബന്ധത്തിന്റെ ഓർമ്മകൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പുത്തരി നിവേദ്യത്തിൽ ചേർക്കാനുള്ള പഞ്ചസാരയുമായി പതിവ് തെറ്റിക്കാതെ കേളോത്ത് മുസ്ലിം കുടുംബാംഗങ്ങൾ പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിലെത്തി. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ ബലിക്കല്ലിന് അടുത്തുവരെ വന്ന് പഞ്ചസാരക്കലം സമർപ്പിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.